ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടെ മക്കളെ എല്ലാവർക്കും സുഖമായിരിക്കൂലേ? എനിക്കും മക്കൾക്കും കൂടെ സുഖമാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. പിന്നെ ഇന്ന് ഞാനൊരു റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ, പാപ്പുട്ട്. അത് ആദ്യമൊക്കെ എല്ലാവരും ആക്കുന്നുണ്ടായിനി, പക്ഷെ നമ്മളിവിടെ ഇപ്പോഴത്തെ ആൾക്കാർ പറയുന്നത് എന്തിനാണ് പ്ലേറ്റ് പറഞ്ഞതെന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ ആദ്യം ഇതിന് മെയിൻ ഇത് കൊടകര മെയിൻ റെസിപ്പിയാണിത്. ഇങ്ങനെ തന്നെയാണ് ഇത് ആക്കൽ കേട്ടോ. പിന്നെ അങ്ങനെ എന്താക്കിയാൽ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ദോശക്കൊക്കെ ഇതാക്കുമ്പോൾ നല്ലോണം എന്നാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. അങ്ങനെ വെള്ളത്തിലിട്ട് ഇത് അരക്കണ സമയത്ത് ഇത് ഇത്രേ അരിയാൻ പാടുള്ളൂ കേട്ടോ. ഒന്ന് രണ്ട് കഷ്ണം ആകുക, എത്ര അരക്കണം, 2 കഷ്ണം ആയാലും മതി, അത്രയും ടേസ്റ്റാണത്. അങ്ങനെ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പക്ഷെ ഇത് ശരിക്കും ആക്കൽ എങ്ങനെ അറിയോ, നമ്മൾ പച്ചരി ഒന്തിരി ഇടൂലേ, ഇങ്ങനെ തരിച്ചെടുക്കൂലേ, ആ തരിച്ച ഒന്തിരിപ്പൊടിയും കൊണ്ടാണ് കേട്ടോ ആക്കുക. ഒന്തിരി ഇട്ടതിൻ്റെ ആ പൊടിയും കൊണ്ടാണ് ശരിക്കും ആക്കൽ. പക്ഷെ ഇപ്പം ഞാൻ എന്താക്കിയതാണ്, പച്ചരി വെള്ളത്തിലിട്ടിട്ട് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്ത കേട്ടോ. എന്നിട്ട് ലേശം തേങ്ങയും വേണം അതിന് കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഇതും കൊണ്ടാക്കിയാണ് അതിന് ഇതിൻ്റെ ശരിക്കും ആ ഒരു ഇത് വരുത്ത്. ഇങ്ങനെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല, രസമുണ്ട്. എന്നാൽ പിന്നെ നല്ല കട്ടിയായി പോകുക, ഉറപ്പായി പോകുക, അങ്ങനെയൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് നല്ല ഉണ്ടായിന്. വെളിച്ചെണ്ണൻ്റെ അവസ്ഥ തണുപ്പായാൽ ഇതാണ് മക്കളെ, കൊരിയാലും പരിയാലും ഒന്നും കിട്ടൂല. ഇതാണ് വെളിച്ചെണ്ണൻ്റെ അവസ്ഥ. നേരം വെളുത്താൽ ഇത്രയൊന്നും ഞാൻ തേച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ക്യാമറ ഓഫാക്കിയതിൻ്റെ ശേഷം അതിന് കുറച്ചും കൂടി എടുത്തിട്ട് നമുക്ക് ഈ പ്ലേറ്റിലൊന്ന് തടവി കൊടുത്താൽ മതിയല്ലോ, അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അതാക്കിയിട്ട് എന്ത് പ്ലേറ്റിൽ എന്നിട്ട് എന്താക്കാറ്, ചേക്കലടുപ്പത്ത് വെക്കുക കേട്ടോ. ചേക്കലടുപ്പത്ത് വെച്ചിട്ട് അത് സാധാരണ വെള്ളം തിളച്ചതിൻ്റെ ശേഷം അതിൻ്റെ മേലത്തെ അടപ്പും വെച്ച് പിന്നെ പ്ലേറ്റിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിലെത്ര വെള്ളം ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അരിൻ്റെ മേലെ വെള്ളം നിൽക്കണം, ഈ പൊടിൻ്റെ മേലെ വെള്ളം നിൽക്കുക. എളുപ്പമാണിത്. നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പച്ചരി ചോറ് വെക്കാൻ ഒന്തിരി ഇട്ട് വെച്ചിട്ട് ആ വലിയ അരി വേറെ വെക്കും. അതിൻ്റെ ആ പൊടിയരി ഉണ്ടല്ലോ, അതും കൊണ്ടാണ് കഞ്ഞി വെക്കലും ഇങ്ങനെ പാപ്പുട്ട് ചുടലും ഒക്കെ അങ്ങനെയാണ് കേട്ടോ. പിന്നെ പിന്നെ അതിൻ്റെ മേലെ കൂടി ലേശം തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ലേശം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇനിയും ഇതിൻ്റെ മേലെ കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം, അത്രയും നല്ലതാണ്. എത്ര വെള്ളം ഒഴിച്ച് കൊടുത്താലും അത്രക്കും രസമാണ് കേട്ടോ ഉണ്ടാകുക. പക്ഷെ അത് വിചാരിച്ചിട്ട് മേലേതായിട്ട് നിൽക്കൊന്നുമില്ല, നല്ല ഉണ്ടാവും. അങ്ങനെ പിന്നെ അതവിടെ മൂടി വെച്ചിട്ട് അത് വേട്ടെ. അപ്പോഴാണ് ഇങ്ങനെ വിചാരിച്ചത്, റബ്ബെ എന്തൊക്കെ ആകെ ഒരു മുട്ട ഉണ്ട്, എന്തപ്പോൾ കറി വെക്കുക, ഇതിനിപ്പോൾ എന്തെങ്കിലും ഒരു കറി വേണമല്ലോ, ഇന്ന് ഞായറാഴ്ച ദിവസമല്ലോ, കൊണ്ടുപോകും ഇതാക്കാനൊന്നും ഇല്ലല്ലോ. അപ്പം പിന്നെ വിചാരിച്ച് ഒരു മുട്ട കൊണ്ട് എന്തെങ്കിലും ഒരു കറി ഒപ്പിക്കണമല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടിട്ടോ. പിന്നെ ഇവിടെ പറഞ്ഞാൽ മുട്ട നോക്ക്, നമ്മൾ കലക്കിയിട്ട് ഒഴിക്കൂലേ പിന്നെ തേങ്ങ അരച്ച് കറി വെക്കുമ്പോൾ, അത് ഇഷ്ടമല്ല കേട്ടോ കുട്ടികൾക്ക്. അപ്പം ഞാൻ എന്താക്കി, ആ തേങ്ങയ്ക്ക് ലേശം മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും വലിയ ജീരകം ഒരു വെളുത്തുള്ളി ഇട്ടിട്ട് പിന്നെ എന്താക്കി തേങ്ങ അവിടെ അരച്ച് വെച്ചിട്ടോ. എന്നിട്ട് അപ്പം അങ്ങനെ കലക്കി പറഞ്ഞാൽ ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമല്ല, എന്തോ പറയുമ്പോൾ ഛർദ്ദിച്ച പോലെ ഉണ്ട് എന്നൊക്കെ പറയും കുട്ടികൾ, കൂട്ടൂല അങ്ങനെ. അതേപോലെ നോക്ക്, മുട്ട കലക്കി വെച്ചിട്ട് കറി വെക്കൂല, എന്നാലും ഞാൻ ചിലപ്പം വെച്ച് വെക്കും, കൂട്ടുകയാണെങ്കിൽ കൂട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ചിലപ്പം വെക്കും. ഇന്നിപ്പോൾ ഞാൻ എന്താ പറയുക കാട്ടി, ആ ഒരു മുട്ട കൊണ്ട് ജലദോഷം പിടിച്ചിട്ടേ, ജലദോഷം പിന്നെ ഏത് കാലം വിട്ടറിയില്ല, അത് വേറെ കാര്യമോ. അങ്ങനെ പിന്നെ അതിലേക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇട്ടിട്ടോ. എന്നിട്ട് അതിലേക്ക് ലേശം ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ടില്ലേ ആ ഒരു മുട്ടല്ലേ, ആ ഒരു മുട്ട ഇതിലേക്ക് കുത്തിവെച്ച് ആ തോട് വീണ എടുത്ത് ചാടിയിട്ടുണ്ടായിന് ഞാൻ കേട്ടോ. ക്യാമറ ഓഫാക്കിയതിൻ്റെ ശേഷം ആ തോടൊക്കെ എടുത്ത് ചാടിയിട്ട് നല്ലോണം ഇളക്കിയൊക്കെ എടുത്തിട്ട് ഒരു കല്ല് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടോ. അപ്പം എന്താ അറിയോ, ഈ മുട്ട അങ്ങനെ ഇട്ട് ഒരു ഇതായി കാണൂല്ല. എന്നാൽ പിന്നെ ആ ഇല്ലൊരു എന്താ കറി, മുട്ടക്കറി, കുഴപ്പമില്ലല്ലോ. അങ്ങനെ ആ ഒരു ഇതിലായി.
അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഇപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിട്ടോ. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് ആ പിന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിക്കളി കേട്ടോ. അങ്ങനെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. നല്ലതായാലും വടക്കായാലും എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്തോളി കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയൊരു ദോശക്കല്ല് ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ച റെസിപ്പി ആയിട്ടല്ല, വേറെ ഒന്നുമല്ലേ. മുട്ട ആ കോലത്തിൽ മക്കൾക്ക് പറ്റൂല എന്ന് കണ്ടപ്പോൾ ഒരു മുട്ടക്കറി വെക്കും വേണം. ഇതിന് ഈ ഒരു കടിക്ക് എന്താ അറിയോ, അല്ലെങ്കിൽ ബീഫ് കറി, ചിക്കൻ കറി, മട്ടൻ കറി ഇതൊക്കെയാണ് കേട്ടോ അതിൻ്റെ കോമ്പിനേഷന്. ഇപ്പം ഞാൻ ഈ വെക്കുന്ന മുട്ടക്കറി ഇല്ലേ, അത് ദോശക്ക് അടിപൊളിയാട്ടാ. ഞാൻ ഇടയ്ക്ക് ചെയ്യുന്ന കറിയാണ്. അങ്ങനെ പിന്നെ ബാക്കി ഉണ്ടായ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അടുത്തൊരു പ്ലേറ്റ് ഉണ്ടായല്ലോ. ഞാൻ 2 പ്ലേറ്റ് വെക്കാമെന്ന് വിചാരിച്ചാൽ ഒറ്റ വേവിലാവും, ഗ്യാസൊക്കെ ലാഭിക്കുക. പക്ഷെ എന്താ പറഞ്ഞാൽ ഈ അടിയത്തീമ അമ്പിച്ച് പോകും ആ പ്ലേറ്റ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഒരു 10 മിനിറ്റത്തെ വേവല്ലേ, അങ്ങനെ ഒക്കെ ടേസ്റ്റ്. അങ്ങനെ ഇതൊന്ന് ഇളക്കി കൊടുത്ത്. പക്ഷെ ഇത് നമ്മൾ ദോശ മറിച്ചിടും പോലെ മറിച്ചിടാൻ പറ്റൂല. എന്താണ്, മുട്ട അത്രങ്ങാനും ഇല്ലല്ലോ. അങ്ങനെയും കറി വെക്കലുണ്ട് കേട്ടോ. ഉള്ളിയും തക്കാളി ഒന്നും ഇടാതെ ദോശ ഓംപ്ലേറ്റ് അടിച്ചിട്ട് തേങ്ങ അരച്ചിട്ട് വെച്ചിട്ട് അങ്ങനെ ഒരു ദിവസം ഇൻഷാല്ലാ കാണിക്കണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് സാധാരണ കടുകും കരിയാമ്പലൊക്കെ പൊട്ടിച്ചിട്ട് അരവങ്ങ് ഒഴിക്കുക, ആ മുട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതന്നെ പരിപാടി. എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഒപ്പിച്ച് നമുക്കിപ്പോൾ മക്കൾക്ക് കൊടുക്കണമല്ലോ. ഞായറാഴ്ച ദിവസം മിക്കവാറും അഡ്ജസ്റ്റ് ആക്കൽ തന്നെ, റവ ഉപ്പിട്ടോ പിന്നെ മക്രോണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കൽ തന്നെയാണ്. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ നോക്കുമ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പം നമുക്ക് 1-ാം തീയതി ആയിട്ടല്ലേ ഉള്ളൂ. ഇനി സാധനത്തിന് പോകണം. ഇന്നിപ്പോൾ ഏതായാലും ഞായറാഴ്ച ഇന്ന് പോകണില്ല. നാളെ ഏറ്റപ്പുളന്ന് പോയിട്ടുണ്ടെങ്കിൽ ചന്തയിലെല്ലാം ഭയങ്കര തിരക്കായിരിക്കും സാധനം എടുക്കുന്നിടത്തെല്ലാം. അപ്പം അത് നടക്കൂല. മോനിക്ക് എന്തോ ഒരു പരിപാടിയൊക്കെ ഉണ്ട്, കളിയോ എന്തൊക്കെ ഉണ്ട് പറഞ്ഞിനു. അല്ലെങ്കിൽ ഓനെയും കൂട്ടിയിട്ട് പോകാം. ഒറ്റക്കൊന്നും പോക്ക് നടക്കൂല ശരി ഞായറാഴ്ച ചന്തക്ക്. അപ്പം പിന്നെ അതൊക്കെ ആയിട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ ആയി. അപ്പത്തേന് മക്കൾ മദ്രസ ഇട്ടിട്ടൊക്കെ വന്നിട്ടോ. പിന്നെ ആ മുട്ട വറുത്ത് വെച്ച് തയ്ക്കാൻ കൂട്ടി കൊടുക്കുക. ഇപ്പം എന്തായി, മുട്ട ഉടച്ചു പറഞ്ഞ കറിയും ആയിട്ടില്ല, എന്നാലോ മുട്ടക്കറി ആയും ചെയ്ത്. മുട്ട അല്ലെങ്കിൽ കുട്ടികളെ ഉടച്ച് പറഞ്ഞ് കണ്ടാൽ പറയാം അതെന്തോ പോലെ ഉണ്ടുമ്മ, ഛർദ്ദിച്ച പോലെ ഉണ്ട് എന്നൊക്കെ പറയും. എനിക്കിഷ്ടം കേട്ടോ. പക്ഷെ അത് വിചാരിച്ച് ഞാൻ ആക്കി കൊടുക്കാക്കില്ല. അങ്ങനെയും തിന്ന് പഠിക്കണമല്ലോ. എപ്പോഴും ഇപ്പം നമ്മൾ നിൽക്കും പോലെ ഓരോ ഇഷ്ടത്തിനല്ല അങ്ങനെ നിൽക്കണമെന്നൊന്നും വരൂലല്ലോ. ഇവിടെ കുട്ടികളൊന്ന് നാശം എടുത്തു കൊടുത്തിട്ടോ. എന്നാൽ ഇന്നത്തെ വീഡിയോ നല്ലതാ, നോക്കി പദമുണ്ട്. എന്നാൽ പിന്നെ വെറും പച്ചരിയാൻ വേണ്ടിയിട്ട് ഒരു ഉറപ്പൊന്നും ഇല്ല കേട്ടോ. നല്ല പദമുണ്ട്. പക്ഷെ മെയിൻ കറീന് വേണ്ടത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ ആണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ്. ഇത് ബാക്കി വന്നു കഴിഞ്ഞാൽ ഞാൻ വേറൊരു പണിയും കൂടി ആക്കും. അടുത്ത ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണിക്കാം. അസ്സലാമു അലൈക്കും.